സോഷ്യൽ മീഡിയയിൽ ഏറെ ആരാധകരുള്ള ഇൻഫ്ലുവൻസറാണ് മലപ്പുറം സ്വദേശിയായ ജാസിൽ ജാസി. മലപ്പുറം കുറ്റിപ്പുറം സ്വദേശി മുഹമ്മദ് ജാസി എന്ന ജാസിൽ ജാസി ഒരു ട്രാൻസ് പേഴ്സണാണ്. സ്ത്രീയുടെ മനസ്സുമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ജാസിലിന് എല്ലാ കാലവും പിന്തുണയായി നിന്നിട്ടുള്ളത് പങ്കാളിയും സുഹൃത്തുമായ ആഷിയാണ്. 7 വർഷത്തോളമായി ഇരുവരും ഒരുമിച്ചാണ് താമസം. ദുബായിൽ ബിസിനസ് ഉണ്ട് ഇരുവർക്കും. ഇക്കഴിഞ്ഞ ദിവസം ജാസിയും ആഷിയും കൊല്ലത്ത് കൊറ്റൻകുളങ്ങര ക്ഷേത്രത്തിൽ ചമയവിളക്ക് കാണാനെത്തിയ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. അമ്പലത്തിലെത്തിയ ജാസിയോട് സംഘാടകർ സംസാരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയത്. പുരുഷന്മാർ ആഗ്രഹ സാഫല്യത്തിന് പെൺവേഷത്തിലെത്തി വിളക്കെടുക്കുന്ന ചടങ്ങിൽ തൻ്റെ സുഹൃത്തിനെ ഒരുക്കാനായാണ് ജാസി എത്തിയത്. ക്ഷേത്രത്തിലെ ചടങ്ങുകൾ കാണുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. എന്നാൽ ഇതിനിടെ സംഘാടകർ ജാസിയെ തടയുകയായിരുന്നു. ഇതേക്കുറിച്ച് സംസാരിക്കുകയാണിപ്പോൾ ജാസി. വളരെ മോശം അനുഭവമാണ് തനിക്കുണ്ടായതെന്ന് ജാസി പറയുന്നു. എനിക്കിതെല്ലാം കാണുന്നത് ഇഷ്ടമാണ്. സുഹൃത്ത് വിളിച്ചിട്ടാണ് വന്നത്. കൊല്ലത്ത് എനിക്കൊരു പ്രൊമോഷനും ഉണ്ടായിരുന്നു. ദുബായിൽ നിന്നും സുഹൃത്ത് ഇതിനായി വന്നതാണ്. അവൻ്റെ മനസ്സിൽ വലിയ ആഗ്രഹമായിരുന്നു. എൻ്റെ മനസ്സിലും ആ ആഗ്രഹമുണ്ടായിരുന്നു. വന്നു കയറി കുറച്ചു കഴിഞ്ഞപ്പോൾ തന്നെ സംഘാടകർ വന്നു. ഭയങ്കര പ്രശ്നം. കയ്യിൽ വിളക്കില്ലല്ലോ എന്ന് ചോദിച്ചു. നിന്നെ എനിക്ക് അറിയാമല്ലോടി എന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായി സംസാരിച്ചു. 2 ദിവസവും സംഘാടകരുടെ ഭാഗത്തു നിന്നും എനിക്ക് വളരെ മോശം അനുഭവമാണ് ഉണ്ടായത്. പറയുമ്പോൾ വിഷമമുണ്ട്. ഞങ്ങളുടെ നാട്ടിലെ ഉത്സവത്തിന് എല്ലാ മതസ്ഥരും പങ്കെടുക്കും. ഇത് കേരളമാണ്. സംഘാടകരുടെ ഭാഗത്തു നിന്നും എൻ്റെ കമ്മ്യൂണിറ്റിയിലെ പലർക്കും ഈ അനുഭവം ഉണ്ടായിട്ടുണ്ട്. 2ാമത്തെ ദിവസം പോയപ്പോഴും ചെരുപ്പ് എവിടെയാണ് അഴിച്ചിടേണ്ടത് എന്നെനിക്കറിയാം. ചെരുപ്പ് അഴിച്ചിട്ട ഭാഗത്ത് എത്തുന്നതിന് മുൻപേ സംഘാടകർ ഇവിടെ ചെരുപ്പിട്ട് കയറാൻ പറ്റില്ല, ഇറങ്ങെന്ന് പറഞ്ഞു. അവിടെ നിൽക്കാൻ സമ്മതിക്കുന്നില്ല. ഞങ്ങളെയും ഇറക്കി വിട്ടെന്ന് സുഹൃത്തുക്കൾ പറഞ്ഞു. വിളക്കെടുക്കാത്തവർ പ്രാർത്ഥിക്കുന്നതിൽ എന്താണ് തെറ്റ്? 2ാമത്തെ ദിവസം പോയപ്പോൾ നേരത്തെ തടഞ്ഞ സംഘാടകർ ഞങ്ങളെ വൈറലാക്കിയല്ലോ എന്നൊക്കെ പറഞ്ഞ് രസകരമായി സംസാരിച്ചു. 2ാമത്തെ ദിവസം ഒരു വയസ്സായ ആൾ കള്ളു കുടിച്ചു വന്ന് മോശമായി പെരുമാറി. കൈപിടിച്ചു വലിച്ചു. ദേഹത്ത് തൊടരുതെന്ന് പറഞ്ഞു. അയാൾ കൈപിടിച്ച് വലിച്ച് ഇറങ്ങെന്ന് പറഞ്ഞു. ഒരു സ്ത്രീ ആയാലും ട്രാൻസ്ജെൻഡർ ആയാലും അനുവാദമില്ലാതെ ദേഹത്ത് തൊടാൻ പാടുണ്ടോ? ക്ഷേത്രത്തിനെതിരെയല്ല, സംഘാടകർക്കെതിരെയാണ് ഞാൻ സംസാരിക്കുന്നത്. ചെരുപ്പൂരാൻ പറഞ്ഞവർ എന്ത് വൾഗറായാണ് എന്നോട് സംസാരിച്ചത്. നോമ്പ് കാലത്ത് നീ അവിടെ പോയില്ലേ എന്നൊക്കെ കുറേ ഓൺലൈൻ ആങ്ങളമാർ കമൻ്റ് ഇട്ടു. ഞാനൊരു മനുഷ്യനാണ്. എനിക്കെല്ലാ മതങ്ങളും ഒരുപോലെയാണ്. എൻ്റെ മതത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നു. പൊട്ട് വെച്ചാലോ വേറെന്തെങ്കിലും ചെയ്താലോ എൻ്റെ ഈമാൻ നഷ്ടപ്പെടില്ല. അത് വേറെ ആരും പറഞ്ഞു തരേണ്ട. നിങ്ങളുടെ നാട്ടിൽ അമ്പലത്തിൽ പൂരം വരുമ്പോൾ ഹിന്ദുക്കൾ മാത്രമാണോ പങ്കെടുക്കുക? ഞാൻ പെർഫെക്റ്റ് അല്ല, പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഹാപ്പിയാണ്. പടച്ച റബ്ബിൻ്റെ എല്ലാ സൃഷ്ടികളും നല്ലതാണ്. തന്നെ പിന്തുണച്ചവരോട് വളരെ നന്ദിയുണ്ടെന്നും ജാസി പറയുന്നു. എൻ്റെ സുഹൃത്തിനെ മരംകുത്തി എന്നൊക്കെ വിളിച്ച് കമൻറ്റുകൾ വന്നു. അത് കണ്ടപ്പോൾ വിഷമം തോന്നി. 7 ദിവസം വ്രതമെടുത്ത് ദുബായിൽ നിന്ന് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് ഇവിടെ വന്നതാണ്. ഡ്രസ്സിനൊക്കെ എന്ത് രൂപയാണ് അവർ പൊട്ടിക്കുന്നത്. 2ാമത്തെ ദിവസം വിളക്കെടുക്കുന്നില്ല ജാസി, എനിക്ക് മനസ്സുമടുത്തു എന്നവൻ പറഞ്ഞെന്നും ജാസി വ്യക്തമാക്കി.